എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സിറ്റിസൺഷിപ്പ് എന്ന ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ഈ രാജ്യത്തെ പൗരന്മാരാണെന്നൊക്കെ വാക്കുതർക്കങ്ങളിലൊക്കെ പറയാറുണ്ട്. ഞാൻ ഈ രാജ്യത്തെ പൗരനാണ്, എനിക്കിവിടുത്തെ അവകാശങ്ങളുണ്ട് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഈ പൗരനാവുക നമ്മളുടെ ഭരണഘടനയിൽ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ആ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ പാർട്ട് 2 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് ഈ ഒരു പൗരത്വത്തെക്കുറിച്ച് നമ്മളുടെ ഭരണഘടനയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യ എന്ന രാജ്യത്ത് 2 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2 കൈൻഡ്സ് ഓഫ് പീപ്പിൾ. എങ്ങനെയൊക്കെയാണ്? സിറ്റിസൺസ്, നമ്മളെപ്പോലെയുള്ളവർ. നമ്മൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സിറ്റിസൺസ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഏലിയൻസ്. ഏലിയൻസ് എന്ന് പറയുമ്പോൾ പുറത്തു നിന്നുള്ള വ്യക്തികൾ, അവർ ഫോറിനേഴ്സാണ്, മറ്റ് രാജ്യങ്ങളുടെ സിറ്റിസൺസ് ആണ്, അവരെയാണ് ഏലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിറ്റിസൺസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം അവകാശങ്ങൾ അവരെക്കാൾ കൂടുതൽ, ഏലിയൻസിനേക്കാൾ കൂടുതലുണ്ട്. കാരണം നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. ഇവിടുത്തെ ഭരണഘടനയൊക്കെ കൊടുത്തത് ആരാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യക്കാരുടേതായിട്ടുള്ളൊരു രാജ്യം, നമ്മളുടെ ഒരു ഭരണഘടന വഴി ഭരിക്കപ്പെടുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ അവകാശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുൾ മെമ്പേഴ്സാണ് ഈ രാജ്യത്തിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഈ രാജ്യത്ത് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടോ അതൊക്കെ ഓരോ പൗരനും ലഭ്യമാണ്. പക്ഷെ അതേസമയം ഏലിയൻസിലോട്ട് നോക്കുമ്പോൾ എല്ലാ റൈറ്റ്സ് ഒന്നും ഇല്ല. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൗലിക അവകാശങ്ങളിൽ ചിലതൊക്കെ നമ്മൾ ഫോറിനേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈക്വാലിറ്റി ബിഫോർ ലോസ്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അവകാശങ്ങൾ, എക്സ്പ്ലോയിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രീഡം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അവകാശങ്ങളൊക്കെ നമ്മൾ ഒരുവിധം എല്ലാവർക്കും, ഫോറിനേഴ്സിനും വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി ഈ ഫോറിനേഴ്സിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫ്രണ്ട്ലി ഏലിയൻസ് എന്നും എനിമി ഏലിയൻസ് എന്നുമാണ്. ഈ ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് പറയുമ്പോൾ അവരുടെ രാജ്യങ്ങളുമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല റിലേഷൻഷിപ്പിലാണ്, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യ, അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല റിലേഷനിലാണല്ലോ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ റൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റൈറ്റ് ടു ലൈഫും എല്ലാം ഉണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എനിമി ഏലിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമുണ്ട്. ഈ എനിമി ഏലിയൻസ് എന്ന് പറയുമ്പോൾ ഈ ഫോറിനേഴ്സിൽ തന്നെ ആ രാജ്യക്കാരുമായിട്ട് നമ്മൾ യുദ്ധത്തിലാണ്. ഇപ്പോൾ പാകിസ്ഥാനായിട്ട് യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിലുണ്ടെങ്കിൽ അവർ എനിമി ഏലിയൻസ് ആയിട്ട് മാറും. നിങ്ങൾ ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയേ, അവർക്ക് എല്ലാ റൈറ്റ്സും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരിവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരും കൂടെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാലോ, ഉള്ളിൽ നിന്ന് തന്നെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാലോ, അല്ലെങ്കിൽ അവരൊരു ബോംബ് സ്ഫോടനം ഇട്ടാലോ, എല്ലാ പൗരന്മാരും തെറ്റാണെന്നൊന്നുമല്ല, പക്ഷേ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ല നമുക്ക് ഉറപ്പൊന്നും വരുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ആർട്ടിക്കിൾ 22 ഇല്ല. അവർക്ക് ആർട്ടിക്കിൾ 22 എന്ന് പറയുമ്പോൾ എന്താ? ആർട്ടിക്കിൾ 22 എന്ന് പറയുമ്പോൾ അറസ്റ്റിൽ നിന്നും ഡിറ്റൻഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. അതായത് നമുക്ക് ആരെയും വെറുതെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വെറുതെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവും പറയാതെ വെറുതെ ഡീറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്ന ഒരു റൈറ്റാണ് ഈ ആർട്ടിക്കിൾ 22 എന്നുള്ളത്. അപ്പോൾ മറ്റ് പൗരന്മാർ, ഈ എനിമി ഏലിയൻസ് ആയിട്ടുള്ളവർ, അവർക്ക് ഈ ഒരു റൈറ്റ് ഉണ്ടാവില്ല. അവരെ വേണമെങ്കിൽ പിടിച്ച് അറസ്റ്റ് ചെയ്യാം, അവരെ കൊണ്ടുപോയിട്ട് ലോക്കപ്പിലാക്കാം. കാരണം അവർ ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഫോറിനേഴ്സിന് കിട്ടുന്ന എല്ലാ റൈറ്റ്സും എനിമി ഏലിയൻസിന് കിട്ടില്ല. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 22 അറസ്റ്റിൽ നിന്നും ഡിറ്റൻഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എനിമി ഏലിയൻസിന് ഉണ്ടാവില്ല. കാരണം അവർ നമ്മളുമായിട്ട് യുദ്ധത്തിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. ആദ്യം ഇന്ത്യയിലത്തെ ആൾക്കാരെ നമ്മൾ സിറ്റിസൺസ് ആയിട്ടും ഏലിയൻസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തു. ഈ സിറ്റിസൺസ് ഫുൾ മെമ്പേഴ്സാണ്, അവർക്ക് എല്ലാ വിധത്തിലുള്ള സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്. അതേസമയം ഏലിയൻസ് എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ പൗരന്മാരാണ്, അവർക്ക് എല്ലാ വിധത്തിലുള്ള റൈറ്റ്സും ഇല്ല. ചില അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നതായിട്ട് നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഏലിയൻസിനെ തന്നെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്ലി ഏലിയൻസ്, അതായത് നമുക്ക് നല്ല റിലേഷൻസ് ഉള്ള, നമ്മൾ അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്ന രാജ്യങ്ങളായിട്ടുള്ള അവിടുത്തെ പൗരന്മാർ. അതോടൊപ്പം തന്നെ എനിമി ഏലിയൻസ്, നമ്മൾ യുദ്ധത്തിലായിരിക്കുന്ന രാജ്യങ്ങളിലത്തെ പൗരന്മാർ, അവർക്ക് ആർട്ടിക്കിൾ 22 എന്നുള്ളത് ഉണ്ടാവില്ല. അവരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, ഡീറ്റെയിൻ ചെയ്യാം. കാരണം അവർ എപ്പോഴാണ് പ്രശ്നക്കാരാവാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അടുത്തതായിട്ട് വരുന്നത്, നമ്മൾ സിറ്റിസൺസ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മാത്രമായിട്ട് ഇവിടെയുള്ള റൈറ്റ്സ് ഏതൊക്കെയാണ്?
ഞാൻ പറഞ്ഞു എല്ലാ മൗലികാവകാശങ്ങളും നമുക്കുണ്ട്, പക്ഷെ നമുക്ക് മാത്രമായിട്ടുള്ള ചില റൈറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ റൈറ്റ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. നമ്മളെ ഒരിക്കലും വേർതിരിവ് കാണിക്കാൻ പാടില്ല, പക്ഷെ ഫോറിനേഴ്സിനെ വേർതിരിവ് കാണിക്കാം. കാരണം അവർ പുറത്തു നിന്നുള്ളൊരു വ്യക്തിയാണ്, അവരെ ഫോറിനർ എന്നുള്ള രീതിയിൽ എപ്പോഴും വേർതിരിവ് കാണിക്കാവുന്നതാണ്. കാരണം ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മൾ ഇന്ത്യൻ പൗരന്മാരുടെ രാജ്യമാണ്, നമ്മളെ വേർതിരിവ് കാണിക്കാൻ പാടില്ല. ഫോറിനേഴ്സ് അവർ പുറത്തുനിന്ന് വന്നവരാണ്, നമ്മൾ സിനിമയിലൊക്കെ പറയാറില്ലേ വരത്തന്മാരാണ്, അവരെ വേണമെങ്കിൽ നമുക്ക് വേർതിരിവ് കാണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ള ഡിസ്ക്രിമിനേഷൻ. ആ പ്ലേസ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മൾ ഇന്ത്യക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷെ ഫ്രഞ്ചുകാരെ നിങ്ങൾ ഫ്രഞ്ചുകാരല്ലടാ എന്ന് പറഞ്ഞ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും എന്താ പറയുക ഒരു എംപ്ലോയ്മെൻറ്റ് കാര്യം വന്നു, അപ്പോൾ ഒരു ജോലിക്ക് അപേക്ഷിച്ചു, ഫ്രഞ്ചുകാർക്ക് ഇവിടുത്തെ ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല, ഇന്ത്യക്കാരെ മാത്രം എടുക്കുമെന്ന് നമ്മളെ ഗവൺമെൻറ്റിന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ആദ്യത്തെ റൈറ്റ് നമുക്ക് മാത്രമേ ഉള്ളൂ. അതേസമയം ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുന്നിലത്തെ ഈക്വാലിറ്റി എല്ലാവർക്കും ഉണ്ട്. ഫോറിനേഴ്സ് വന്നിട്ട് കോടതിയിലേക്ക് കേസ് കൊടുക്കുമ്പോൾ നീ ഫ്രഞ്ചുകാരനല്ലടാ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ്റെ കാര്യത്തിൽ അവരുടെ പ്ലേസ് ഓഫ് ബർത്ത് വെച്ചിട്ടൊക്കെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഓപ്പർച്യൂണിറ്റി, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ആർട്ടിക്കിൾ 16 പ്രകാരം നമ്മളുടെ പബ്ലിക് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, റിസർവേഷൻ ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് റിസർവേഷൻ ഉണ്ടെങ്കിലും നമ്മളുള്ള കാറ്റഗറിയിൽ നമ്മളെ ഒരേപോലെ കാണാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ അത് നമുക്ക് മാത്രമേ ഉള്ളൂ. പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുറത്തു നിന്നുള്ളവരെ? ചില കാര്യങ്ങളിൽ മാത്രമാണ് ഇപ്പം നമ്മളുടെ ചില നൈബറിങ് നേഷൻസിൽ നിന്നൊക്കെ ചിലരൊക്കെ വന്ന് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒട്ടുമിക്ക ജോലികളിലും നമ്മൾ ഇന്ത്യക്കാരെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ, അല്ലേ? കേരള PSCയിൽ രജിസ്റ്റർ ചെയ്തൊരു ഫ്രഞ്ചുകാരന് ഇവിടെ വന്ന് ജോലി കയറാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെ UPSC സിവിൽ സർവീസസ് ഒരു ഫ്രഞ്ചുകാരനെ വന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവിടുത്തെ സിറ്റിസൺസിനാണ് ആ ഒരു അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ സിറ്റിസൺസും നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രം എക്സ്ക്ലൂസീവാണ്. അതിനുശേഷം സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയാനും എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു അവകാശമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ പ്രൊഫഷൻ, റെസിഡൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളുടെ ഫോറിനേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ABCD സിനിമയെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ABCD സിനിമയിൽ ആ ദുൽഖർ സൽമാനും കോരയൊക്കെ കൂടി ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒക്കെ അവരെ മാറ്റിക്കൊണ്ട് പോകുന്ന എന്തുകൊണ്ടാ, അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന എന്തുകൊണ്ടാ? കാരണം അവർ ഫോറിനറാണ്. ഇവിടെ പ്രസംഗിക്കാനും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുള്ളത് ഇന്ത്യക്കാർക്കാണ്. അല്ലാതെ പുറത്തു നിന്നുള്ളവർ ഇവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു അടി ഉണ്ടാക്കില്ല. ഈ ബ്രിട്ടീഷുകാർ വന്നിട്ട് അടി ഉണ്ടാക്കിയല്ലോ, അതുപോലെ തന്നെ ഇവിടെ അടി ഉണ്ടാക്കില്ല എന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് തന്നെ അവർക്ക് ഫോറിനേഴ്സിന് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇല്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. ഇതും ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്. അതിനുശേഷം വരുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ കൾച്ചർ കാത്തു സൂക്ഷിക്കാൻ, നമ്മളുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ, നമ്മളുടെ ആ ഒരു ലാംഗ്വേജിലൊക്കെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട്, പിന്നെ നമ്മളുടെ മൈനോറിറ്റി കോളേജുകൾ റൺ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള റൈറ്റ്സും നമുക്ക് ഫോറിനേഴ്സിന് കൊടുക്കാൻ പറ്റുമോ? ഫ്രഞ്ചുകാരൻ വന്നിട്ട് പറയാണ് എൻ്റെ ഫ്രഞ്ച് സംസ്കാരം ഇവിടെ കാത്തു സൂക്ഷിക്കാൻ അനുവദിക്കുന്നില്ല, അത് തെറ്റല്ലേ? അപ്പോൾ അവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ 29, 30 വരുന്നുണ്ട്. നമ്മളുടെ മൈനോറിറ്റി സ്കൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇല്ലേ, അതും വരുന്നുണ്ട്. ഇന്ത്യക്കാർക്കേ പറ്റുള്ളൂ, അല്ലാതെ ഫ്രഞ്ചുകാർക്ക് വന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ മൈനോറിറ്റിയാണ്, ഞങ്ങളെ സ്കൂള് അനുവദിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യൻ പൗരന്മാർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ് ആണത്. അതിനുശേഷം എന്താ? വോട്ട് നമ്മളെ റൈറ്റ് ആണ്. നമ്മളുടെ പ്രതിനിധികളെ നമുക്ക് മാത്രമല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഫ്രഞ്ചുകാരനോ ഇറ്റലിക്കാരനോ വന്ന് തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. അതിനുശേഷം കോൺടെസ്റ്റ് ഇൻ എലക്ഷൻസ്, നമുക്കല്ലേ MP യോ MLA യോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ ആയിട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ. അതാണ് അടുത്തത് വരുന്നത്. അതിനുശേഷം പബ്ലിക് ഓഫീസ്, അതായത് നമ്മളിപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഗവർണർ ഓഫ് സ്റ്റേറ്റ്സ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ, ഈ ഒരു പൊസിഷനിലോട്ടൊക്കെ വരണമെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരായിരിക്കണം. പുറത്തു നിന്നുള്ള വ്യക്തികൾക്കൊന്നും ആ ഒരു അവകാശം ലഭിക്കുന്നതേ അല്ല. ഇന്ത്യക്കാർക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ്സ് ആണ് നമ്മളിവിടെ കണ്ടത്. ഡിസ്ക്രിമിനേഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ കേസ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ കാര്യത്തിൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വരുമ്പോൾ ആ 29ാമത്തെയും വരുന്നുണ്ട്. മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിലുള്ള 30ാമത്തെയും വരുന്നുണ്ട്. പിന്നെ വോട്ട് ചെയ്യാൻ, നമുക്ക് ഇലക്ഷനുകളിൽ മത്സരിക്കാൻ, അതുപോലെ തന്നെ നമുക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പോലുള്ള സ്ഥാനങ്ങളിലോട്ട് അവിടെ എത്തിച്ചേരാനായിട്ടും ഇന്ത്യക്കാർക്ക് മാത്രമേ അനുവാദം കൊടുത്തിട്ടുള്ളൂ.
പക്ഷെ അതേസമയം ഇന്ത്യക്കാർക്ക് ഈ അവകാശങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഡ്യൂട്ടീസും ഉണ്ട്. നമ്മൾ ടാക്സ് പേ ചെയ്യണം. ഇതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെങ്കിലും ടാക്സ് പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടാക്സ് പേ ചെയ്യുമല്ലോ. ടാക്സ് പേ ചെയ്തില്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ള രീതിയിലല്ല, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്കിതിരെ കേസ് കൊടുക്കുമല്ലോ. പിന്നെ നമ്മൾ ഇവിടുത്തെ രാഷ്ട്ര പതാകനെ നമ്മൾ ബഹുമാനിക്കണം, ഇവിടുത്തെ നാഷണൽ ആന്തത്തിനെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഈ രാജ്യത്തിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുവാണ്, ആ സമയത്ത് നമ്മൾ സർവീസിനായിട്ട് പോകണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നാച്ചുറലൈസ്ഡ് സിറ്റിസൻസിനും പ്രസിഡന്റ് ആവാൻ പറ്റും. അതേസമയം അമേരിക്കയിൽ അവിടുത്തെ ബൈ ബർത്ത് അവിടെ ജനിച്ച വ്യക്തികൾക്ക് മാത്രമേ അവിടുത്തെ ഒരു പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒബാമ ആഫ്രിക്കൻ അമേരിക്കൻ ആണ്, പക്ഷെ ആഫ്രിക്കയിൽ ജനിച്ചിട്ട് അമേരിക്കയിൽ വന്നിട്ട് അവിടെ നാച്ചുറലൈസ് ആയതല്ല. ആഫ്രിക്കൻ അമേരിക്കൻ ദമ്പതികൾക്ക് ജനിച്ചിട്ട് ഈ അമേരിക്കയിൽ തന്നെ ജനിച്ചൊരു വ്യക്തിയാണ്. വെറുതെ ജനിക്കുകയല്ല, അമേരിക്കയിൽ തന്നെ ജനിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇവിടെ ബൈ ബർത്ത് ആവണമെന്നില്ല, ഇവിടെ തന്നെ ജനിക്കണം എന്നില്ല, ഇന്ത്യൻ ഒറിജിൻ ആവണമെന്നില്ല. നാച്ചുറലൈസേഷനെ കുറിച്ച് അവിടെ എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കും. നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ള സിറ്റിസൺസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രഞ്ച് സിറ്റിസൺ ആയിരുന്നു. ഫ്രഞ്ച് സിറ്റിസൺ ഇവിടെ ഇത്ര കൊല്ലം വന്ന് താമസിച്ച് 14 വർഷങ്ങളിൽ 11 വർഷമെങ്കിലും ഇവിടെ താമസിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഞ്ച് സിറ്റിസന് ഇവിടെ ഇന്ത്യൻ സിറ്റിസനായിട്ട് നാച്ചുറലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈവൻ ആ ഒരു വ്യക്തി അടിപൊളി എന്താ പറയുക, വളരെ കലകളിലൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ആളൊക്കെ ആണെങ്കിൽ ആ ഒരു വ്യക്തിനെ ഇന്ത്യൻ ഗവൺമെന്റിന് നാച്ചുറലൈസ് ചെയ്യാൻ പറ്റും സിറ്റിസൺ എന്നുള്ള രീതിയിൽ. അപ്പോൾ നാച്ചുറലൈസേഷന്റെ വ്യത്യാസം എന്താ? ഇന്ത്യയിൽ ജനിക്കണം എന്നില്ല, ഇന്ത്യയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണമെന്നില്ല, ഇവിടെ വന്ന് താമസിച്ച് പതിയെ ഇന്ത്യൻ സിറ്റിസനായി മാറിയാലും ഇവിടത്തെ പ്രസിഡന്റ് ആവാൻ പറ്റും. പക്ഷെ അമേരിക്കയിൽ അവിടെ ജനിച്ചാൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് അവിടുത്തെ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ എന്നൊരു വ്യത്യാസമുണ്ട്. അമേരിക്കയിൽ ബൈ ബർത്ത് ഓൺലി, ഇന്ത്യയിൽ ബൈ ബർത്ത് ആൻഡ് നാച്ചുറലൈസേഷൻ. ഇനി അതിനുശേഷം വരുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിലോട്ടാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് ഇത് എഴുതിയിട്ടുള്ളത്? പാർട്ട് 2-ലാണുള്ളത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇത്രയും ആർട്ടിക്കിളുകളൊക്കെ എടുത്ത് പറയുന്നുണ്ടെങ്കിലും എങ്ങനെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം, എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് ഇല്ലാതാവാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് ഒന്നും നമ്മളുടെ ഭരണഘടന പറഞ്ഞിട്ടില്ല. ഭരണഘടന ആകെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ആരൊക്കെ ഇന്ത്യൻ സിറ്റിസൺ ആവണം, ആരൊക്കെ ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പറ്റില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നോ ഇലാബറേറ്റ് പ്രൊവിഷൻസ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ഓർ പെർമനന്റ് പ്രൊവിഷൻസ്. അതായത് ഇവിടെ എങ്ങനെ സിറ്റിസൺഷിപ്പ് കൊടുക്കണം എന്നൊന്നും നമ്മളുടെ ഭരണഘടനയിൽ എവിടെയും പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇലാബറേറ്റ് ആയിട്ടോ ഒന്നും ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടില്ല. അതിനുള്ള അധികാരം മൊത്തം കൊടുത്തിരിക്കുന്നത് നമ്മളുടെ പാർലമെന്റിനാണ്. പാർലമെന്റ് തീരുമാനിച്ചോ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ആർക്കാ കൊടുക്കേണ്ടതെന്ന്? ഞങ്ങളായിട്ട് ഒന്നും പറയുന്നില്ല. ജനുവരി 26, 1950 വരെ ആ ഒരു സമയം തൊട്ട് ആ ഒരു സമയത്ത് ആരൊക്കെ ഇന്ത്യൻ പൗരന്മാരാവണം എന്ന് മാത്രമേ നമ്മളുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളൂ. ഒരു വിധത്തിലും എങ്ങനെ അക്വിസിഷൻ നടക്കണം, എങ്ങനെ ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ് നടക്കണം, ഇതൊന്നും പറഞ്ഞിട്ടില്ല നമ്മളുടെ ഭരണഘടനയിൽ. നമ്മൾ വിചാരിക്കും 5 തൊട്ട് 11 വരെ ഇത്ര എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, എല്ലാം പാർലമെന്റ് നിയമം പാസ്സാക്കിയിട്ടാണ് കൊണ്ടുവരിക. നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ട് 2019 അത് വളരെ വലിയ വിവാദമായിരുന്നല്ലോ. ഇപ്പൊ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഇവിടെ ഫുൾഫിൽ ആവും, ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ വിവാദമൊക്കെ ആയത് ആ ഒരു പാർലമെന്റ് കൊണ്ടുവന്ന നിയമമാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല ആരായിരിക്കണം ഇന്ത്യൻ പൗരന്മാര് എന്നുള്ളത്. ഭാവിയിലോട്ട് പെർമനന്റ് ആയിട്ടും ഇലാബറേറ്റ് ആയിട്ടും ഡീറ്റെയിൽ ഇത് വെച്ചിട്ടൊന്നുമില്ല. ആകെ ഈ ജനുവരി 26, 1950 ആ ഒരു സമയത്ത് നമ്മളെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആരൊക്കെ ആയിരിക്കണം ഇന്ത്യൻ പൗരന്മാർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. പെർമനന്റും ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടില്ല. ഇവിടെ ജനുവരി 26, 1950 ആരൊക്കെ പൗരന്മാരാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ വിധത്തിലുള്ള അധികാരവും ഈ ഒരു കാര്യത്തിൽ ആർക്കാ കൊടുത്തിട്ടുള്ളത്? നമ്മളെ പാർലമെന്റിനാണ്. പാർലമെന്റ് നിയമം പാസ്സാക്കി ആ നിയമത്തിനനുസരിച്ചായിരിക്കും നമ്മളുടെ സിറ്റിസൺഷിപ്പ് നിർണ്ണയിക്കുക. അപ്പോൾ ഈ ഒരു
പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ജനുവരി 26, 1950 ഇന്ത്യൻ പൗരൻ ആവാൻ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തികൾ, ഈ ഡൊമിസൈൽ എന്ന് പറയുമ്പോൾ പ്ലേസ് വെർ യു സ്റ്റേ, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു സ്ഥലമാണ്. അപ്പോൾ ജനുവരി 26, 1950 നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരനായി മാറാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിവിടെ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. എ പേഴ്സൺ ഹു ഹാഡ് ഹിസ് domicile in India and also fulfilled any of the three conditions. If he was born in India, if either of his parents was born in India, or if he has been ordinary resident in India for 5 years immediately before the കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാരൻസ് ഇവിടെ ജനിച്ചിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി ഇവിടെ 5 വർഷത്തേക്ക്, അതായത് 1950 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കമൻസ്മെന്റ്, ആ ഒരു ടൈമിന് മുൻപ് 5 വർഷത്തേക്ക്, അതായത് അപ്പോൾ ഒരു 1950 മുൻപ് എന്ന് പറയുമ്പോൾ ഒരു 1945 തൊട്ട് ഇവിടെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് മാറാം. ഇവിടെ താമസിക്കുന്നത് വെച്ചിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഫ്രം പാകിസ്ഥാൻ. ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ടാവും, കാരണം വിഭജനം നടന്നപ്പോൾ കുറേ പേര് പാകിസ്ഥാനിലോട്ട് പോയി, കുറേ പേര് ഇന്ത്യയിലോട്ട് വന്നു, അങ്ങനെയൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടാൻ നമുക്ക് നോക്കാം. ബോൺ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ, അതായത് അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ അതിൽ ഭാഗമാണ്, ബംഗ്ലാദേശ് അതിൽ ഭാഗമാണ്. ആ ഒരു ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് അവിടെയാണ് ജനിച്ചതെങ്കിൽ, ഈ 2 കാര്യത്തിലും ഈ പാരൻസ് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളുടെ ബോൺ ഇൻ ഇന്ത്യ, ഡൊമിസൈൽ ഇൻ ഇന്ത്യയിൽ നമ്മൾ പ്ലസ് ഈ ഒരു കാര്യം കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പാരൻസ് ജനിച്ചാലും മതി. അതിനുശേഷം ജൂലൈ 19, 1948 മുൻപാണ് നിങ്ങളിവിടെ വന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഓർഡിനറിലി റെസിഡൻ്റ് ആയിട്ടിരുന്നാൽ മതി. നിങ്ങളല്ലാതെ ഇത്ര കാലം ഇവിടെ താമസിച്ചിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം നിങ്ങൾ ജൂലൈ 19 ശേഷമാണ് ഇവിടെ വന്നതെങ്കിൽ, ജൂലൈ 19, 1948 ശേഷമാണ് നിങ്ങളിവിടെ വന്നതെങ്കിൽ നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ 6 മാസമെങ്കിലും റെസിഡൻ്റ് ആയിട്ട് വേണം നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട്. ബട്ട് എ പേഴ്സൺ കുഡ് ബി സോ രജിസ്റ്റേർഡ് ഓൺലി ഇഫ് ഹി ഹാഡ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ 6 months preceding the date of application for registration. അപ്പോൾ നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ, വിഭജനത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഇവിടെ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ജൂലൈ 19, 1948 മുൻപാണ് വരുന്നതെങ്കിൽ, അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ 1 വർഷത്തിനുള്ളിൽ, അവർ ഓൾമോസ്റ്റ് 1 വർഷമാണല്ലോ, ഓഗസ്റ്റിലാണല്ലോ നമുക്ക് 1 വർഷം തികയുക. അപ്പോൾ ഓൾമോസ്റ്റ് 1 വർഷം ആകുമ്പോഴേക്കും നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ താമസിക്കുന്നവരായാൽ മതി. അപേക്ഷ വയ്ക്കുമ്പോൾ, നിങ്ങൾ സിറ്റിസൺഷിപ്പിനുള്ള അപേക്ഷ വയ്ക്കുമ്പോൾ നിങ്ങളിവിടെ താമസിക്കുന്നവരായാൽ മാത്രം മതി. പക്ഷേ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടും ജൂലൈ 19, 1948 ശേഷം മാത്രമാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യുന്നതിന് 6 മാസം മുൻപ്, 6 മാസമായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. അപ്പോൾ ജൂലൈ 19, 1948 മുൻപാണെങ്കിൽ നിങ്ങൾ വെറുതെ റെസിഡൻ്റ് ആയാൽ മതി. പക്ഷേ ജൂലൈ 19 ശേഷമാണെങ്കിൽ നിങ്ങൾ 6 മാസമെങ്കിലും ഇവിടെ താമസിച്ചിട്ടുണ്ടാവണം എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് പാകിസ്ഥാനിലോട്ട് പോയി പക്ഷെ തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു മൈഗ്രേറ്റഡ് ടു പാകിസ്ഥാൻ ഫ്രം ഇന്ത്യ ആഫ്റ്റർ March 1, 1947, അതായത് സ്വാതന്ത്ര്യത്തിന്റെ ഏതാണ്ടൊരു സമയത്ത്, ബട്ട് ലേറ്റർ റിട്ടേൺ ടു ഇന്ത്യ ഫോർ റീസെറ്റിൽമെന്റ് കുഡ് ബിക്കം ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഫോർ ദിസ് he had to be resident in India for 6 months preceding the date of his application for registration. അപ്പോൾ മുൻപത്തെ പോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ജൂലൈ 19, 1948 ശേഷം വരുന്നവർക്ക് ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യുന്നതിന് 6 മാസം മുൻപ് നിങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. ആ ഒരു 6 മാസമായിട്ട് നിങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ പാകിസ്ഥാനിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നവർക്ക് ഇങ്ങനത്തെ ഒരു പ്രൊവിഷനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കും ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവാനുള്ള ഇങ്ങനത്തെ ഒരു അവസരം കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അവകാശം എന്നല്ല, ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരായിരുന്നു ചിലപ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവർ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും, ചിലപ്പോൾ ലണ്ടനിലുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. ഇന്ത്യ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല, അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. അതായത് പാകിസ്ഥാൻ ഉൾപ്പെടും, അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഉൾപ്പെടും,
അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിപ്ലോമാറ്റ്സ് ആയിട്ട് പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യണം. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോഴേക്കും നമ്മളെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമായിട്ട് വരുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതുവരെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് പോലില്ല. അപ്പോൾ അവർ ലണ്ടനിൽ ഇരിക്കുകയാണ്, അവർ ആ സമയത്ത് ചിലപ്പോൾ ഇംഗ്ലണ്ടിലത്തെ ആ ഒരു സിറ്റിസൺ ആയിരിക്കും. പക്ഷെ അവർ പോയിട്ട് നമ്മളുടെ ആ ഒരു ഏജൻസിയിൽ ചെന്നിട്ട് ഡിപ്ലോമാറ്റ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയുകയാണ് നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസനായി മാറാൻ പറ്റും. അപ്പോൾ 4 രീതിയിലാണ് വരുന്നത്. ഒന്നാമത്തത് ഇന്ത്യയിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്നവർക്ക്, രണ്ടാമത് പാകിസ്ഥാനിൽ നിന്ന് വന്നവർക്ക്, അതിനുശേഷം പാകിസ്ഥാനിലോട്ട് പോയിട്ട് തിരിച്ചു വന്നവർക്ക്, പിന്നെ പുറത്ത് താമസിച്ചുകൊണ്ടിരുന്നവർക്ക്. അപ്പോൾ ഈ പ്രൊവിഷൻസ് നോക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരുന്നവർക്ക് വളരെയധികം എളുപ്പമാണ്. അവർക്ക് ഏതെങ്കിലും 3 പ്രൊവിഷൻസ് ഫുൾഫിൽ ചെയ്താൽ മതി. ഈ 3 പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഇവിടെ ജനിച്ചിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അവർ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് തൊട്ട് മുൻപ് കേട്ടോ, ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ആ ഒരു സമയത്ത് 5 വർഷം ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നിരിക്കണം. അതായത് ഒരു 1945 തൊട്ട് ഒരു 5 വർഷമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് 1 വർഷത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷെ അത് കഴിഞ്ഞ 6 മാസത്തെ റെസിഡൻസ് തെളിയിക്കണം. പാകിസ്ഥാനിലോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ളവരാണെങ്കിലും 6 മാസത്തെ റെസിഡൻസ് തെളിയിക്കണം. ഇപ്പോൾ വേറൊരു രാജ്യത്താണ് ജീവിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവർ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരോ അവരുടെ പാരൻസ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാം. അവർ ജസ്റ്റ് ഡിപ്ലോമാറ്റ്സിൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുമ്പോഴാണ്. അതായത് നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോയി താമസിച്ചു, ഇംഗ്ലണ്ടിൽ പോയി താമസിക്കുമ്പോഴും നിങ്ങൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ്, ഇവിടെ താമസിക്കാത്ത പക്ഷേ ഇന്ത്യൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ സിറ്റിസൺഷിപ്പ് നിങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഇന്ത്യയുടെ സിറ്റിസൺ ആണെന്ന് പറയുക? അപ്പോൾ നിങ്ങളെ ഇവിടുത്തെ സിറ്റിസൺ അല്ലാതാക്കി മാറ്റും. അങ്ങനെ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് പോകും. നിങ്ങൾ US പോയാലും ഏതാണെങ്കിലും, ഇപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ എല്ലാം കൂടിയിട്ട് UK ആണല്ലോ. അപ്പോൾ UK സിറ്റിസൺഷിപ്പ് ആണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തെ സിറ്റിസൺഷിപ്പ് എടുത്തോ, പിന്നെ ഇന്ത്യയിലെ സിറ്റിസൺ ആണെന്നും പറഞ്ഞു വരരുത് എന്നാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം ആർട്ടിക്കിൾ 9 തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പാർലമെന്റ് ആണെന്ന് ആർട്ടിക്കിൾ 10 പറഞ്ഞിട്ടുണ്ട്. എവരി പേഴ്സൺ ഹു ഈസ് ഓർ ഈസ് ഡീംഡ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൾ കണ്ടിന്യൂ ടു ബി സച്ച് സിറ്റിസൺ സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ മേഡ് ബൈ പാർലമെന്റ്. നമ്മൾ ഇവിടുത്തെ പൗരന്മാരാണെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഞാനിവിടുത്തെ പൗരനാണടാ, എനിക്ക് അവകാശങ്ങൾ ഉണ്ടടാന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ആ അവകാശങ്ങളൊക്കെ നമ്മൾ പൗരന്മാരാവുന്നിടത്തോളേ ഉള്ളൂ. ആ പൗരത്വം തീരുമാനിക്കേണ്ട ആരാ? നമ്മളുടെ പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് നമ്മളിവിടുത്തെ പൗരന്മാരായി നിലനിൽക്കുന്നത്. ആ നിയമം പെട്ടെന്ന് പറയാണ് ഇന്ന ഒരു വ്യക്തിനെ പൗരനാക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 10 പറയുന്നുണ്ടെങ്കിൽ അതിനുശേഷം ആർട്ടിക്കിൾ 11 പറയുന്നത് പാർലമെന്റ് shall have the power to make any provision with respect to the acquisition and termination of citizen and all other matters relating to citizenship. അപ്പോൾ സിറ്റിസൺഷിപ്പ് ആരുടെ കുത്തകയാണ്? നമ്മളെ പാർലമെന്റിന്റെ കുത്തകയാണ്. ആർട്ടിക്കിൾ 10 പാർലമെന്റിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മളെ പൗരത്വം നിർണ്ണയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 11 പറഞ്ഞിരിക്കുന്നത് ഈ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് എല്ലാം തീരുമാനിക്കാനുള്ള അധികാരമുള്ളത് ആർക്കാ? നമ്മളെ പാർലമെന്റിനാണെന്നാണ്. അപ്പോൾ ഈ ഒരു പാർലമെന്റിന് അധികാരം കൊടുത്തിട്ടുള്ളത് വെച്ചിട്ട് തന്നെ പാർലമെന്റ് കുറേ അധികം സിറ്റിസൺഷിപ്പ് ആക്ട്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിറ്റിസൺഷിപ്പ് ആക്ട്സ് കൊണ്ടുവരുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിറ്റിസൺഷിപ്പ് ആക്ട് 1957, 1960, 1955 ശേഷം 1957, 60, 85. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ അടുത്ത് 2019 ഒരു സിറ്റിസൺഷിപ്പ് ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റ് നൈബറിംഗ് റീജിയൻസിൽ നിന്നുള്ളവർക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, പ്രത്യേകിച്ച് മുസ്ലിം ഒഴികെയുള്ളവർക്ക് ഇന്ത്യയിലോട്ട് സിറ്റിസൺഷിപ്പ് നേടാനായിട്ട് ഇത്ര വർഷത്തെ റെസിഡൻസിനുള്ളിൽ നേടാന്നുള്ള രീതിയിലൊക്കെ ആ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഓഫ് 2019 വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ ഒരു നിയമം കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരം കൊടുത്തത് ഈ ഒരു നമ്മളുടെ ഭരണഘടന തന്നെയാണ്. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 11 പാർലമെന്റിന് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് എല്ലാം തീരുമാനിക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 10 പറയുന്നുണ്ട് പാർലമെന്റിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മളിവിടുത്തെ പൗരന്മാരായിട്ട് തുടരുക. പാർലമെന്റ് ഒരു ദിവസം നിയമം മാറ്റി ഇങ്ങനെയുള്ളവരെ പൗരന്മാരായിട്ട് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. പിന്നെ ഈ ഒരു കോമൺവെൽത്ത് സിറ്റിസൺഷിപ്പും കൂടെ ആദ്യം നമ്മളെ സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിരുന്നു. നമ്മൾ കോമൺവെൽത്ത് സിറ്റിസൺ കൂടെ ആയി മാറും. പക്ഷേ 2003 ആ ഒരു കോമൺവെൽത്ത് സിറ്റിസൺഷിപ്പ് എന്നുള്ളൊരു ഭാഗം എടുത്തു കളഞ്ഞു. 2003 ശേഷം ഇപ്പോൾ കോമൺവെൽത്ത് സിറ്റിസൺ എന്നുള്ളൊരു ഭാഗം ഇല്ല.
അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് പൗരത്വം നേടാൻ പറ്റുക. നമ്മളൊക്കെ ഇവിടുത്തെ പൗരത്വം നേടിയവർ തന്നെയാണ്. അത് പല വഴികളിലൂടെയാണെന്ന് മാത്രം. നമ്മൾ കൂടുതൽ പേര് ഇവിടെ ജനിച്ചിട്ടുള്ളവരായിരിക്കും, അപ്പൊ ബൈ ബർത്ത് ആയിരിക്കും. അപ്പോൾ പല മാർഗങ്ങളുണ്ട്. ജനിച്ചാൽ മാത്രമൊന്നുമല്ല ഇന്ത്യൻ പൗരനായിട്ട് മാറാം, പല വഴികളിലൂടെയും ഇന്ത്യൻ പൗരന്മാരായിട്ട് മാറാം. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ബൈ ബർത്ത്. ഇവിടെ ബൈ ബർത്തിൽ ഒരു പ്രത്യേക കാര്യം നോക്കേണ്ടത്, നിങ്ങളൊരു ഫോറിൻ ഡിപ്ലോമാറ്റിൻ്റെയോ എനിമി ഏലിയൻ്റെയോ കുട്ടിയായിട്ടാണ് ഇവിടെ ജനിക്കുന്നത്. ഇപ്പം നിങ്ങൾ സ്പാനിഷ് മസാല സിനിമയിൽ ആ ഒരു സ്പെയിൻ അംബാസിഡറുടെ മോൾ ഇവിടെ ഇന്ത്യയിൽ ജനിച്ച് ഇവിടെ വളരുന്നതിനെ കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ടായില്ലേ. അവർ പക്ഷേ ഇന്ത്യൻ സിറ്റിസൺ ആവില്ല ഇന്ത്യയിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട്. ഫോറിൻ ഡിപ്ലോമാറ്റിൻ്റെ, അതുപോലെ തന്നെ എനിമി ഏലിയൻ, നമ്മളൊരു യുദ്ധത്തിലായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ആ ഒരു രാജ്യത്തെ ഒരാളുടെ കുട്ടിയായിട്ടാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിലും ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പറ്റില്ല. അതെന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനുശേഷം ഓരോ കാലത്തും ഓരോ രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ജനനം വഴിയുള്ള സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മളുടെ ഭരണഘടന നിലവിൽ വന്ന 26/1/1950 മുതൽ 1987 വരെ നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുമായിരുന്നു. അതായത് നിങ്ങൾ എനിമി ഏലിയൻസിൻ്റെയോ ഫോറിൻ ഡിപ്ലോമാറ്റ്സിൻ്റെയോ മക്കളായിട്ടല്ല, ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ തന്നെ, ഇന്ത്യയിൽ ജനിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ പാരൻസിൻ്റെ കാര്യം ഒന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചതാണോ എങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആവും. അതായിരുന്നു 1987 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1987 ശേഷം ഒരു വ്യത്യാസം വരുത്തി. ഐദർ ഓഫ് ഹിസ് പാരൻസ് ഷുഡ് ബി ഇന്ത്യൻസ് എന്നുള്ള ആ ഒരു വ്യത്യാസം അവർ വരുത്തി. എ പേഴ്സൺ ബോൺ ഇൻ ഇന്ത്യ on or after 1st July 1987 is considered to be a citizen of India only if either of his parents is a citizen of India at the time of birth. അപ്പോൾ നമ്മളുടെ പാരൻസിൽ ഒരാളെങ്കിലും ഇന്ത്യൻ സിറ്റിസൺ കൂടി ആയിരിക്കണം എന്നുള്ളൊരു പ്രൊവിഷൻ കൂടെ 1987 ആഡ് ചെയ്തു. അതുവരെ ഇന്ത്യയിൽ ജനിച്ചാൽ മാത്രം മതിയായിരുന്നു. 1987 ശേഷം പാരൻസിൽ ഒരാളെങ്കിലും ഇന്ത്യൻ സിറ്റിസൺ ആവണം എന്നുള്ളൊരു പ്രൊവിഷൻ കൂടെ വന്നു. അതിനുശേഷം 2004 ഒരു വ്യത്യാസം കൂടെ വന്നു. അതായത് ഒന്നില്ലെങ്കിൽ 2 പാരൻസും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, രണ്ടാമത്തെ ഒരാൾ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിരിക്കരുത്. എന്താണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് എന്ന് പറയുന്നത്? ഇന്ത്യയിൽ രജിസ്റ്റർ ഒന്നും ചെയ്യാതെ ഇവിടെ വെറുതെ എന്താ പറയുക, നമ്മളെ രോഹിംഗ്യൻ ആ ഒരു മൈഗ്രൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അവരൊന്നും ഒരു വിധത്തിലുള്ള പെർമിഷൻ ഇല്ലാതെ, ഒരു വിസയൊന്നും ഇല്ലാതെ നമ്മളുടെ പുറത്തെ രാജ്യത്ത് നിന്ന് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് താമസിക്കുവാണ്. ഒരു വിധത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രൊവിഷൻസും ഫുൾഫിൽ ചെയ്യാതെ അങ്ങനെ വന്ന് താമസിക്കുന്നവരെയാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുക. നമ്മളിപ്പോൾ കാനഡയിൽ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കാനഡയിൽ പോകുമ്പോൾ നമ്മളൊരു വിസ എടുക്കും, നമ്മളൊരു സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ വർക്ക് വിസ എടുക്കും. അങ്ങനെയൊക്കെ നമ്മളവിടെ ചെന്ന് അവിടെ താമസിക്കുകയാണെങ്കിൽ അത് ലീഗൽ ഇമിഗ്രൻ്റ് ആണ്. നമ്മൾ അവിടെ പോയി ലീഗലായിട്ട് നമ്മൾ വിസയ്ക്കൊക്കെ അപേക്ഷിച്ച് പ്രോപ്പറായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതേസമയം നമ്മൾ വിസ ഒന്നും ഇല്ലാണ്ട് നമ്മൾ കാനഡയിലോട്ട്, ഇപ്പൊ ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പൊ അമേരിക്കയിലോട്ടൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പൊ മെക്സിക്കൻ അതിർത്തിയൊക്കെ കടന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് അമേരിക്കയിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ അമേരിക്കയിൽ പോയിട്ട് അങ്ങനെ താമസിക്കും. അമേരിക്കയിൽ അങ്ങനെ ജീവിക്കുന്നത് ഇല്ലീഗലാണ്. അവിടെ വിസ ഒന്നും കിട്ടിയിട്ടല്ല, പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ് വഴിയുള്ള പെർമിഷൻസ് വാങ്ങിയിട്ടല്ല. അങ്ങനെയുള്ള ഒരാളുടെ മകനോ മകളോ ആണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പാരൻസിൽ ഒരാൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഇന്ത്യൻ പൗരനാവാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇന്ത്യൻ പൗരനാവാൻ പറ്റില്ല. ജനനം വഴി ഇന്ത്യൻ പൗരനാവാൻ ഉള്ള അവകാശത്തിൽ നിന്നും നിങ്ങൾ പുറന്തള്ളപ്പെടും. അപ്പോൾ അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1950 മുതൽ 87 വരെ വെറും ജനനം മാത്രമായിരുന്നു ക്രൈറ്റീരിയ. 87 ശേഷം പാരൻസിൽ ഒരാളെങ്കിലും ഇന്ത്യൻ ആയിരിക്കണം എന്നുള്ളതായി മാറി ക്രൈറ്റീരിയ. അതിനുശേഷം 2004 വീണ്ടും വ്യത്യാസം വന്നു. ഒന്നില്ലെങ്കിൽ 2 പേരും, അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ ആയിരിക്കണം, മറ്റേയാൾ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിരിക്കരുത്. അതിനുശേഷം ബൈ ഡിസെൻ്റ് ആണ്. ബൈ ഡിസെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരല്ല, പക്ഷെ പാരമ്പര്യം വഴി, അതായത് നിങ്ങളുടെ പാരൻസ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരാണ്, അതുവഴി നിങ്ങൾക്ക് ഇന്ത്യനായിട്ട് മാറാൻ പറ്റും. കാരണം നിങ്ങൾക്കൊരു ഇന്ത്യൻ ഒറിജിൻ ഉണ്ട്, ആ ഒരു പാരമ്പര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യനായി മാറാൻ പറ്റും. അതാണ് ബൈ ഡിസെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും കാലത്തിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. ആദ്യം 26/1/1950 മുതൽ 10/12/1992 വരെ ഫാദർ, നമ്മളുടെ അച്ഛൻ ഇന്ത്യൻ ആവണം എന്നുള്ളതായിരുന്നു. ഇത് വളരെ വലിയ ഒരു ഡിസ്ക്രിമിനേഷനുള്ള കാര്യം തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ വന്നത്? 1992 അത് മാറ്റം വരുത്തി. ഐദർ ഓഫ് ദ പാരൻസ് ആയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളുടെ പാരൻസിൽ ഒരാൾ മാത്രം ഇന്ത്യൻ ആയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ വന്നത്? 3/12/2004 തൊട്ട് പുതിയൊരു കാര്യം വന്നു. നിങ്ങൾ
അവിടുത്തെ കോൺസുലേറ്റിൽ പോയിട്ട്, ഇന്ത്യക്ക് കോൺസുലേറ്റ് ഒക്കെ ഉണ്ടാവില്ല, ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ ദുബായിയുടെ അവർ UAE കോൺസുലേറ്റ് ഒക്കെ ഉണ്ടാവും, അവിടെയൊക്കെ പോയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ജനനത്തിന് ശേഷം 1 വർഷത്തിനുള്ളിൽ നമ്മൾ ആ കോൺസുലേറ്റിൽ പ്രോപ്പറായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവണം. ഇൻ കേസ് അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് നമ്മൾ രജിസ്ട്രേഷൻ നടത്തണം. പിന്നെ ഈ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളുടെ പാരൻസ് നമുക്ക് വേറെ ഒരു പാസ്പോർട്ടും ഇല്ല, വേറൊരു രാജ്യത്തിൻ്റെയും പാസ്പോർട്ട് ഇല്ല, ആ ഒരു കുട്ടിക്ക് വേറൊരു രാജ്യത്തിൻ്റെയും പാസ്പോർട്ട് ഇല്ലെന്നുള്ള സാക്ഷ്യം നൽകണം. പിന്നെ ഈ കുട്ടി 18 വയസ്സ് തികയുമ്പോൾ ആണല്ലോ ഈ കുട്ടിയുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രോപ്പറായിട്ടൊരു ചോദ്യം വരാം. അപ്പോൾ ചിലപ്പോൾ നമ്മളുള്ള രാജ്യം പറയും നിങ്ങൾ ഇവിടുത്തെ സിറ്റിസൺ ആണെന്ന് പറയും. നമ്മൾ 18 വയസ്സ് തികഞ്ഞ് 6 മാസത്തിനുള്ളിൽ ആ ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിനൗൺസ് ചെയ്തിരിക്കണം. 18 വയസ്സിന് ശേഷം 6 മാസമാണ് നമുക്ക് പീരീഡ് തന്നിട്ടുള്ളത്. കാരണം ആദ്യം നമ്മളെ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. നമ്മളൊരു മെച്യൂർ ഏജ് ആകുമ്പോഴല്ലേ നമുക്കൊരു തീരുമാനിക്കാനുള്ള കഴിവൊക്കെ വരിക. അപ്പോൾ ആദ്യം നമ്മളെ പാരൻസ് ആണ് തീരുമാനിക്കണം. അപ്പോൾ 18 വയസ്സാകുമ്പോൾ ചിലപ്പോൾ ആ ഒരു രാജ്യം നമുക്ക് സിറ്റിസൺഷിപ്പ് തരും. കാരണം നിങ്ങളെ പാരൻസ് അല്ലേ തീരുമാനിച്ചേ, ഇവൻ UAE സിറ്റിസൺ ആവാനാണ് ഇവൻ ആഗ്രഹമെങ്കിലോ. അപ്പോൾ 6 മാസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു സിറ്റിസൺഷിപ്പ് റിനൗൺസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ ആയിട്ട് തുടരാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു പക്ഷെ ഞാൻ UAE സിറ്റിസൺ ആയിപ്പോയി അല്ലെങ്കിൽ US സിറ്റിസൺ ആയിപ്പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ സിറ്റിസൺ ആവാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് തികഞ്ഞതിന് ശേഷം 6 മാസത്തിനുള്ളിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റിനൗൺസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് നമ്മൾ ബൈ ഡിസെൻറ്റ് വഴി, നമ്മളെ ഒരു പാരമ്പര്യം വഴി, നമ്മളെ പാരൻസ് ഒക്കെ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്കൊരു സിറ്റിസൺഷിപ്പ് കിട്ടുവാണെങ്കിൽ എങ്ങനെയാണ് കിട്ടാന്നുള്ളതിൻ്റെ ആ ഒരു കാരണം. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ബൈ രജിസ്ട്രേഷൻ ആണ്. ഈ ബൈ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഒറിജിൻ ഉള്ളവർക്ക്, ഇന്ത്യ ആയിട്ട് കണക്ഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഈ ബൈ രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പറ്റുക. അപ്പോൾ ബൈ രജിസ്ട്രേഷൻ വഴി എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യൻ ഒറിജിനിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ പേഴ്സൺ ഷാൽ ബി ഡീംഡ് ടു ബി ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇഫ് ഹി or either of his parents was born in undivided India or in such other territory which became a part of India after 15th August 1947. അതായത് ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാരൻസ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ടെറിട്ടറി ഇന്ത്യയുടെ ഭാഗമായി മാറിയ, പിന്നീട് ഭാഗമായി മാറിയ, ഇപ്പോൾ സിക്കിം ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല, പോണ്ടിച്ചേരി പോലുള്ള ഭാഗങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല, അവരൊക്കെ പിന്നീട് ആഡ് ആയതല്ലേ. അപ്പോൾ അവിടെയൊക്കെ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യൻ ഒറിജിൻ ഉള്ളവരായിട്ട് മാറുക. ഇന്ത്യൻ ഒറിജിൻ ഉള്ളവർക്ക് മാത്രമേ ബൈ രജിസ്ട്രേഷൻ എന്നുള്ളൊരു കാര്യം കൊടുത്തിട്ടുള്ളൂ. ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനുമായിട്ട് കണക്ഷൻ ഉള്ളവർക്ക്, അതായത് മാരേജ് വഴി അല്ലെങ്കിൽ ചിൽഡ്രൻ, മൈനർ ചിൽഡ്രൻ, ഇന്ത്യൻ ഒറിജിൻ ഉള്ളവരുടെ മൈനർ ചിൽഡ്രൻ ആയിട്ട്. അപ്പോൾ ഇന്ത്യയായിട്ട് എന്തെങ്കിലും കണക്ഷൻ വേണം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ഇന്ത്യൻ ഒറിജിൻ എന്നുള്ളൊരു കാര്യം വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഒറിജിൻ ഉള്ള ഒരാളെ കല്യാണം കഴിക്കണം. അങ്ങനെയൊക്കെയാണ് കണക്ഷൻ വരിക. അപ്പോൾ ഇവിടെ എല്ലാം ഓർ ആണ്. നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഓർ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഫുൾഫിൽ ചെയ്താൽ മതി. ഇതിനുശേഷം നമ്മൾ നാച്ചുറലൈസേഷനിലോട്ട് പോകും. നാച്ചുറലൈസേഷനിൽ എല്ലാം ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ കണക്ഷൻ നമുക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, റെസിഡൻറ്റ് ഇൻ ഇന്ത്യ for 7 years. A person of Indian origin who is ordinarily resident in India for 7 years before making an application for registration. ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കണം. പിന്നെ എന്താ പറഞ്ഞാൽ ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം. ഇവിടെ കണക്ഷൻ അല്ല, ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 7 വർഷം ഇവിടെ താമസിച്ചിട്ടുള്ളവരായാൽ മതി. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് 7 വർഷം മുൻപായിട്ട്, ആ ഒരു 7 വർഷമായിട്ട് നിങ്ങളിവിടെ താമസിച്ചിട്ടുള്ളവരായാൽ മതി. അതിനുശേഷം വരുന്നത് ഔട്ട്സൈഡ് അൺഡിവൈഡഡ് ഇന്ത്യ ആണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യൻ ഒറിജിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പറ്റും. പിന്നെ നിങ്ങൾ മാരേജ് വഴി നിങ്ങളൊരു ഇന്ത്യൻ ഒറിജിനുള്ള ആളെ മാരി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പറ്റും. അതിന് പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കുന്നത് എ പേഴ്സൺ ഹൂ ഈസ് മാരീഡ് ടു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ 7 years. ആ 7 വർഷം എന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഇവിടെ താമസിക്കാണ്ട് നിങ്ങൾ ഇന്ത്യക്കാരനെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമൊന്നും ഇന്ത്യനായി മാറില്ല. നിങ്ങൾ ഇവിടെ 7 വർഷം താമസിക്കുകയും കൂടെ വേണം. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് മൈനർ ചിൽഡ്രൻ ആണ്. ഇപ്പം നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസന്റെ മൈനർ ചൈൽഡ് ആണ്. അതായത്
നിങ്ങൾ 18 വയസ്സ് തികയാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺ ആവാം. അതിനുശേഷം നിങ്ങൾ ഫുൾ ഏജ് ആയി 18 വയസ്സ് തികഞ്ഞാലും നിങ്ങളുടെ പാരൻസ് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാം. പിന്നെ നിങ്ങൾ പണ്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു, നിങ്ങൾ തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ പാരൻസ് ആയാലും മതി. നിങ്ങളുടെ പാരൻസോ പണ്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് 12 മാസം അപ്ലിക്കേഷന് തൊട്ട് മുൻപ് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാം. പിന്നെ അത് കഴിഞ്ഞാൽ OCI എന്ന് പറയുമ്പോൾ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡേഴ്സ് ആണ്. അതായത് ഇന്ത്യൻ കണക്ഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ അവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പ് നേടിയാലും, ഇപ്പോൾ നിങ്ങൾ UAE താമസിക്കുന്നത്, ഒരു UAE സിറ്റിസൺ ആണ്, പക്ഷേ ഇന്ത്യക്കുള്ള കണക്ഷൻ കാരണം നിങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് നിങ്ങൾക്കൊരു OCI കാർഡ് എന്ന് പറഞ്ഞ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ട്. ആ കാർഡ് കിട്ടും. ഇതിനർത്ഥം നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ കൂടെ ആയിട്ട് മാറുന്നൊന്നുമല്ല, നിങ്ങൾക്കൊരു കാർഡ് കിട്ടും. നിങ്ങൾ ഓവർസീസ് സിറ്റിസൺഷിപ്പ് എന്നുള്ളൊരു കാർഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ, ഇവിടെ വിസ എടുക്കുന്നതിലൊക്കെ കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ OCI കാർഡ് നിങ്ങൾ 5 വർഷമായിട്ട് കയ്യിൽ വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 12 മാസം ഇവിടെ വന്ന് താമസിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷന് തൊട്ട് മുൻപുള്ള 12 മാസം നിങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നേടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ത്യൻ ഒറിജിൻ എന്നുള്ള കാര്യമാണ്. OCI കാർഡ് കിട്ടണമെങ്കിൽ വരെ ഇന്ത്യൻ ഒറിജിൻ വേണം. അപ്പോൾ ഇന്ത്യൻ ഒറിജിന് ഞാൻ പറഞ്ഞു, നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മളല്ലെങ്കിൽ നമ്മളുടെ പാരൻസ് ഈ ഒരു അൺഡിവൈഡഡ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർട്ടായി മാറിയ മറ്റേതെങ്കിലും പ്രദേശത്തോ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. പിന്നെ ഈ ഒരു രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യയുടെ ആ ഒരു ഭരണഘടനയോടും കാര്യങ്ങളോടൊക്കെ ആയിട്ട് ഇന്ത്യയോടായിട്ട് നമ്മളൊരു കൂറ് പ്രഖ്യാപിക്കണം. അല്ലാതെ നമ്മൾ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നേടിയിട്ട് ഇന്ത്യനെ തന്നെ ചതിക്കാനൊന്നും പോകരുത്. അങ്ങനെ ചതിക്കുമ്പോൾ അതിന് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ലോസ് ഓഫ് സിറ്റിസൺഷിപ്പിലോട്ടൊക്കെ അത് നയിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ലേറ്റർ പഠിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നാച്ചുറലൈസേഷൻ വഴി. അതായത് ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും ഇല്ല, നമ്മളെ പാരൻസുമായിട്ടോ അങ്ങനെ ഒരു വിധത്തിലുള്ള കണക്ഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നാച്ചുറലൈസേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പറ്റും. നമ്മളുടെ ഒരു ഫേമസ് സിംഗർ ഉണ്ട്, അദ്നാൻ സമി എന്ന് പറഞ്ഞിട്ട്. ഈ തേരാ ചെഹ്റ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടിയിട്ടുള്ള അദ്നാൻ സമി ഇങ്ങനെ നാച്ചുറലൈസേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നോൺ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളവർക്കാണ് പ്രത്യേകം ഇത് കൊടുത്തിട്ടുള്ളത്. കാരണം ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വഴി ചെയ്യാവുന്നതാണ്, നിങ്ങൾ ഈ നാച്ചുറലൈസേഷൻ വഴി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകമുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ആദ്യം തന്നെ ഇന്ത്യൻ സിറ്റിസൺസ് ആ ഒരു രാജ്യത്ത് പ്രിവെന്റഡ് ആവരുത്. അതായത് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാ, നമ്മളിപ്പോൾ കാനഡയിൽ പോയി, കാനഡയിൽ പക്ഷേ ഇന്ത്യക്കാർക്ക് അവിടുത്തെ സിറ്റിസൺ ആവാൻ പറ്റില്ല. അപ്പോൾ കാനഡക്കാർക്ക് ഇവിടെ വന്നിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പറ്റില്ല. കാരണം ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ. കാനഡയിൽ നിങ്ങൾ സമ്മതിക്കണില്ലെങ്കിൽ ഞങ്ങളിവിടെ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പോളിസി. അവിടെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും സിറ്റിസൺ ആവാം ബൈ നാച്ചുറലൈസേഷൻ. അതിനുശേഷം രണ്ടാമത്തെ പ്രൊവിഷൻ എന്താ, നിങ്ങൾ ആ ഒരു സിറ്റിസൺഷിപ്പ് വേണ്ടെന്ന് വെക്കാൻ തയ്യാറായിരിക്കണം. അല്ലാതെ കാനഡയിലത്തെ സിറ്റിസൺ ആയിട്ട് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്നും പറഞ്ഞ് അപേക്ഷ കൊടുത്തു, പക്ഷേ എനിക്ക് കാനഡയിലത്തെ സിറ്റിസൺ എടുത്ത് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടുത്തെ പരിപാടിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രൊവിഷൻ. അതിനുശേഷം നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് 12 മാസം മുൻപ്, ആ ഒരു 12 മാസമായിട്ട് ജസ്റ്റ് തൊട്ട് മുൻപ്, അതായത് ഇമീഡിയറ്റ്ലി ബിഫോർ അപ്ലൈയിങ് 12 മാസമായിട്ട് നിങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. ഒന്നില്ലെങ്കിൽ റെസിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടി സർവീസ് ചെയ്യുന്നുണ്ടാവണം. അതായത് പുറത്താണെങ്കിലും നിങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവണം. അല്ലെങ്കിൽ ഈ 12 മാസത്തെ കാലയളവ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഒരു മിക്സ് ആയിട്ട് നിങ്ങൾ ചെലവഴിക്കണം. അതായത് നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 12 മാസം ധരിക്കാന്ന് വെച്ചാൽ കുറച്ച് നാൾ ഇന്ത്യനെ സെർവ് ചെയ്തു, കുറച്ച് നാൾ ഇന്ത്യയിൽ താമസിച്ചു, അങ്ങനെ 12 മാസം നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് 12 മാസത്തെ ആ ഒരു താമസം ഓർ സർവീസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ 12 മാസത്തിന് മുൻപുള്ള 14 വർഷങ്ങളിൽ, ആ 14 വർഷങ്ങളിൽ മൊത്തത്തിൽ ഒരു 11 വർഷമെങ്കിലും നിങ്ങളുടെ ദിവസത്തിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ, നിങ്ങളുടെ സർവീസ് പീരീഡും നിങ്ങളുടെ ഇവിടുത്തെ താമസത്തിൻ്റെ ദിവസങ്ങളും ഒക്കെ കൂട്ടുമ്പോൾ 14 വർഷങ്ങളിൽ 11 വർഷമെങ്കിലും നിങ്ങൾ ഇവിടുത്തെ റെസിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ടാവണം, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സ് ആയിട്ട്. അതായത് 11 വർഷങ്ങളിൽ കുറച്ച് നാൾ ഞാൻ ഇന്ത്യനെ സെർവ് ചെയ്തുകൊണ്ടിരുന്നു, കുറച്ച് നാൾ ഞാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. കണ്ടില്ലേ, നാച്ചുറലൈസ്ഡ് ആയിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആവാനായിട്ട് എത്ര കഷ്ടപ്പാടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങളുടെ സ്വഭാവം നല്ലതായിരിക്കണം, നിങ്ങൾക്കൊരു ഗുഡ് ക്യാരക്ടർ ഉണ്ടെന്നുള്ളൊരു തെളിവ് വേണം. പിന്നെ നിങ്ങൾക്ക്
ഈ ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് ഇല്ലേ, ഇപ്പോൾ നമ്മളുടെ മലയാളമൊക്കെ ഷെഡ്യൂൾഡ് ലാംഗ്വേജസിൽ പെട്ടതാണ്. ആ ലാംഗ്വേജസിൽ ഏതിലെങ്കിലും ഒന്നിലൊക്കെ പ്രോപ്പർ ആയിട്ടുള്ളൊരു അറിവുണ്ടാവണം. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഹി ഹാസ് എൻ അഡ്യൂക്കേറ്റ് നോളജ് ഓഫ് എ ലാംഗ്വേജ് സ്പെസിഫൈഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 8th ഷെഡ്യൂളിൽ പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ലാംഗ്വേജസിൽ ഏതിലെങ്കിലും ഒന്നിൽ പ്രോപ്പർ ആയിട്ടുള്ള അറിവുണ്ടാവണം. അപ്പോൾ ഈ ലാംഗ്വേജ് അറിയാതെയും ഇവിടെ വരാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് നാച്ചുറലൈസേഷൻ വഴി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് കണക്ഷനുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലോ സൊസൈറ്റിയിലോ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഒരു എക്സെപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ ഒരു സിംഗറായിട്ടുള്ള അദ്നാൻ സമീക്ക് ഇങ്ങനത്തെ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്നാൻ സമീക്ക് വട്ടായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാനായിട്ട്. അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ക്യാച്ച് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സയൻസ്, ഫിലോസഫി, ആർട്ട്, ലിറ്ററേച്ചർ, വേൾഡ് പീസ് ഓർ ഹ്യൂമൻ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം സർവീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീൽഡിൽ, നിങ്ങളിപ്പോൾ ആർട്ട് എന്ന് പറയുമ്പോൾ നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു നർത്തകിയാണ്, നല്ലൊരു നർത്തകനാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ എടുത്തു കളയും. നിങ്ങളുടെ ആ ഒരു കഴിവ് മാത്രം അനുസരിച്ച് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് തരും. നിങ്ങളിപ്പോൾ എന്താ പറയുക, ആ നോബൽ പ്രൈസ് കിട്ടിയ മേരി ക്യൂറി ഇല്ലേ, മേരി ക്യൂറി ആയിരുന്നു വന്നിപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണമെന്ന് പറയുന്നതെങ്കിൽ മേരി ക്യൂറി അത്രയും സയൻസിൽ അടിപൊളിയായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാ കണ്ടീഷൻസ് എടുത്ത് കളഞ്ഞ് ആ ഒരു കഴിവിൻ്റെ പേരിൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കും. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, അലിജൻസ്, ആ ഒരു കൂറ് നമ്മൾ പ്രഖ്യാപിക്കണം. അല്ലാതെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നേടിപ്പോയിട്ട് നമ്മളുടെ രാജ്യത്തെ തന്നെ വഞ്ചിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും. പിന്നെ ഇത്രയും മാത്രമൊന്നുമല്ല, ഇവിടെ വരെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? നമ്മൾ ഇതുവരെ കണ്ടത് ആദ്യം നമ്മളെ ജനനം വഴി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ബർത്ത് മാത്രം മതിയായിരുന്നു. പിന്നെ നമ്മളുടെ പാരൻസിൽ ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ കൂടി ആവണമെന്നുണ്ടായി. അതും കഴിഞ്ഞപ്പോഴോ നമ്മളുടെ പാരൻസ് രണ്ടാളും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ സിറ്റിസണും ഒരാൾ ഇല്ലീഗൽ ഇമിഗ്രൻറ്റും ആവരുതെന്നുള്ളൊരു പ്രൊവിഷൻ കൂടെ വന്നു. അതിനുശേഷം ബൈ ഡിസെൻറ്റ്, പാരമ്പര്യം വഴി നമ്മളുടെ പാരൻസ് ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ളത് വഴി രജിസ്ട്രേഷൻ വഴി നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവാം എന്നുള്ളത്. ഇപ്പോൾ രജിസ്ട്രേഷൻ ആണ്. അതിനു മുൻപ് ഫാദർ ആയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഐദർ ഓഫ് ഹിസ് പാരൻസ് ആയാൽ മതി എന്ന് പിന്നെ ഒരു പ്രൊവിഷൻ വന്നു. ഇപ്പോൾ രജിസ്ട്രേഷൻ കോൺസുലേറ്റിൽ നമ്മളെ ജനനത്തിന് 1 വർഷത്തിനുള്ളിൽ രജിസ്ട്രേഷൻ നടത്തണം. 18 വയസ്സ് തികഞ്ഞ് 6 മാസത്തിനുള്ളിൽ ആ ഒരു രാജ്യത്തിൻ്റെ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിനൗൺസ് ചെയ്യണം. അതാണ് ബൈ ഡിസെൻറ്റ്, പാരമ്പര്യം വഴി. അതിനുശേഷം നമുക്കൊരു ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ കണക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ ജനിച്ചു അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ജനിച്ചു ഈ ഒരു രാജ്യത്ത് അൺഡിവൈഡഡ് ഇന്ത്യയിൽ, അതായത് അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒക്കെ പെടും. അല്ലെങ്കിൽ ഇന്ത്യനോട് ചേർക്കപ്പെട്ട ഒരു ടെറിട്ടറിയിലൊക്കെ ജനിച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കണക്ഷൻ കിട്ടാവുന്നത് എങ്ങനെയാണ്? നമുക്ക് മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ട്, ഒരു ഇന്ത്യൻ ഒറിജിനുള്ള ആളെ കല്യാണം കഴിച്ചിട്ട് നമുക്ക് ഒരു കണക്ഷൻ കിട്ടാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ ബൈ രജിസ്ട്രേഷൻ എന്നുള്ളതും കണ്ടു, പിന്നെ നാച്ചുറലൈസേഷൻ വഴിയുള്ളതും കണ്ടു. നാച്ചുറലൈസേഷനിൽ കുറേ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് ബൈ ടെറിട്ടറിയുടെ ഇൻകോർപ്പറേഷൻ. അതായത് നമ്മളിപ്പോൾ പോണ്ടിച്ചേരി ഒന്നും ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു. അപ്പോൾ പോണ്ടിച്ചേരി ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ പോണ്ടിച്ചേരിയിലത്തെ ആൾക്കാരും ഇന്ത്യയുടെ സിറ്റിസൺ ആവും അല്ലേ? അപ്പോൾ അങ്ങനെയും ഇന്ത്യൻ സിറ്റിസണായി മാറാൻ പറ്റും. അങ്ങനെയാണ് പോണ്ടിച്ചേരി, ഗോവ പോലുള്ള പ്രദേശങ്ങളൊക്കെ ഇന്ത്യനോട് ജോയിൻ ചെയ്തപ്പോൾ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടിയത്. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് വെച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ വേറൊരെണ്ണം വരുന്നത് ആസാം അക്കോർഡിൽ, അതിൽ പ്രത്യേകിച്ചൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. അവിടെ ആസാമിലോട്ട് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള വ്യക്തികളുടെ ആ ഒരു പൗരന്മാരുടെ കുറേ അധികം കുടിയേറ്റുണ്ടായിരുന്നു. ആ ഒരു കുടിയേറ്റത്തിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്രത്യേകം സിറ്റിസൺഷിപ്പ് ആക്ടിൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ് അമെൻഡ് ആക്ട് 1985 added the following special provisions as to citizenship of persons covered by Assam Accord. ആസാം അക്കോർഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫോറിനേഴ്സ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടതാണ്. അതിന്റെ പേരിലാണ് ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ULFA എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്നാണ്. അപ്പോൾ ആസാമികൾക്ക് ഈ പുറത്തുനിന്ന് വന്നവരൊക്കെ നമ്മൾ പറയില്ലേ വരത്തന്മാർ, അവരൊക്കെ വരത്തന്മാരല്ലേ, നമുക്ക് ഇവിടുത്തെ കൾച്ചർ കാത്തു സൂക്ഷിക്കാൻ ഇവിടെയുള്ളവരെ മാത്രമേ ഇവിടുത്തെ സിറ്റിസൺസ് ആയിട്ട് കാണാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടാണ് ആസാം അക്കോർഡ്, ആസാം എഗ്രിമെന്റ് വന്നത്. ആ ഒരു എഗ്രിമെന്റ് വഴി കുറച്ച് പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, ബംഗ്ലാദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റുണ്ടായിട്ടുള്ള. കാരണം ഈ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന സമയത്ത് വെസ്റ്റ് പാകിസ്ഥാനാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെസ്റ്റ് പാകിസ്ഥാൻകാർ ഈസ്റ്റ് പാകിസ്ഥാൻകാരെ വളരെ ഒരു എന്താ പറയുക
വളരെ താഴ്ന്ന ആൾക്കാരായിട്ടാണ് കണ്ടിരുന്നത്. അവർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ അവരെ വളരെയധികം രീതിയിൽ ചൂഷണം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 1972 ബംഗ്ലാദേശുകാർ ഈ പാകിസ്ഥാനെതിരെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി ഇന്ത്യയും ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ ആ ഒരു സമയത്ത് അതിന് മുൻപായിട്ട് 1972 സ്വാതന്ത്ര്യം കിട്ടുന്നത്, അതിന് മുൻപായിട്ട് കുറേയധികം ബംഗ്ലാദേശികൾ നമ്മളുടെ ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിലോട്ടൊക്കെ വന്നിരുന്നു. കാരണം ബംഗ്ലാദേശായിട്ട് ഇന്ത്യക്ക് കുറേയധികം ബോർഡറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആസാമിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അവിടെ കൊടുത്ത പ്രൊവിഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 1966 മുൻപാണ് ഇവിടെ വന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വെറുതെ താമസിക്കുന്നു എന്ന രേഖ മാത്രം മതി, നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് തരാം. പക്ഷേ 1966 ശേഷമാണ് വന്നത്. പക്ഷേ 1971 മുൻപ് വരെയും ചെയ്തെങ്കിൽ, അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 1966 ശേഷം, പക്ഷേ 1971 മുൻപ്. അപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഒക്കെ തരാം. പക്ഷേ 10 വർഷത്തേക്ക് നിങ്ങളിവിടെ സിറ്റിസൺ അല്ലാതെ ഫോറിനർ ആയിട്ട് ജീവിക്കേണ്ടി വരും. ഫോറിനർ ആണെന്നാണ് ഞങ്ങൾ പറയുമെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സും തരുന്നതാണ്, എല്ലാ റൈറ്റ്സും ഒബ്ലിഗേഷൻസും തരുന്നതാണ്. നിങ്ങളെ പക്ഷേ 10 വർഷം ഇവിടെ ഫോറിനർ ആണെന്നുള്ള രീതിയിലായിരിക്കും. അതായത് 71 മുൻപ് വന്നു, അപ്പോൾ ഒരു 81 വരെ നിങ്ങളിവിടെ ഫോറിനറായിട്ട് ജീവിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള റൈറ്റ്സും ഒബ്ലിഗേഷൻസും തരാം. ആ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ സിറ്റിസണായിട്ട് മാറും. അപ്പോൾ 71 ശേഷം വന്നിട്ടുള്ളവരുണ്ടെങ്കിലോ അവർക്ക് മൊത്തത്തിൽ പ്രശ്നമായിരിക്കും. ഇവിടെ ആസാം അക്കോർഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഈ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2019 റിലേറ്റഡ് ആയിട്ടും ഈ ഒരു എന്താ പറയുക കുടിയേറ്റം റിലേറ്റഡ് ആയിട്ടൊക്കെ അവർക്കൊക്കെ എങ്ങനെ പൗരത്വം കൊടുക്കണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കുറേ പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിലും, ആസാമിൽ മാത്രമല്ല പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് സിറ്റിസൺഷിപ്പ് എങ്ങനെ എക്വയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് നോക്കുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ ബൈ.